കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. മുല്ലവള്ളിയും തെന്മാവും മനഃപൂർവ്വം വൈകിക്കുന്നതല്ല എന്നും പറയുന്നത് പോലെ ആ കഥ അല്പം സ്റ്റക്കായിട്ടാണ് മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും താമസം. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ കഥ അവസാനിപ്പിക്കുന്നതാണ്. അളകനന്ദ പതിയെ കാറിൽ നിന്നിറങ്ങി. അഭിമന്യുവിൻ്റെ നോട്ടം അന്നേരവും നന്ദയിൽ ഉടക്കി നിന്നിരുന്നു. പക്ഷേ നിമിഷയുടെ നോട്ടം അപ്പാടെ ഡേവിഡിലാണ്. നന്ദ പതിയെ നിമിഷയുടെ മുന്നിലേക്ക് കയറി നിന്നു. എന്താ നിമിഷേ, നീ ആദ്യമായിട്ട് ഞങ്ങളെ കാണും പോലെ നോക്കുന്നേ? നന്ദ നേർത്ത ചിരിയോടെ ചോദിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? നിമിഷ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവളെ ഒരു നോട്ടം നോക്കി. തീർത്തും ദുരുദ്ദേശം, നന്ദ പതിയെ പറഞ്ഞു. എന്താ ഇവനെയും കൊണ്ട് ഇവിടെ കയറി പൊറുക്കാനാണോ? നിമിഷ പിന്നെയും ചോദിച്ചു. ഷോ, അതെങ്ങനെ മനസ്സിലായി? അല്ലേലും കുരുട്ടുബുദ്ധിയിൽ നീ മിടുക്കിയാണല്ലോ. അളകനന്ദയുടെ സ്വരത്തിൽ പരിഹാസം, ഇതുവരെ കേൾക്കാത്ത പരിഹാസം. നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിലോട്ട് കയറാം, അല്ലാതെ വഴിയെ പോകുന്നവരെയും വരുന്നവരെയും ഇവിടെ പിടിച്ചു കയറ്റാൻ പറ്റില്ല, നിമിഷ തീർത്തു പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നേ? നന്ദ ശാന്തമായി തന്നെ ചോദിച്ചു. ഇതെൻ്റെ വീടാണ്, അപ്പോൾ ഞാൻ തന്നെയാ തീരുമാനിക്കുന്നേ, നിമിഷ തീർപ്പ് കൽപ്പിക്കും മട്ടിൽ പറഞ്ഞു. എന്താ പറഞ്ഞേ? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. നന്ദ അല്പം തല കുനിച്ചുകൊണ്ട് ചെവി അവൾക്ക് നേരെ വെച്ചു കൊടുത്തു. നിമിഷക്ക് അവളുടെ ആ പ്രവൃത്തിയിൽ ദേഷ്യം വന്നുപോയി. ഐഷ്, എന്തെൻ്റെ നിമിഷമോളെ മിണ്ടാതിരിക്കുന്നേ? അപ്പോഴേക്കും പിണങ്ങിയോ? നന്ദ അവളുടെ കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ചു. അപ്പോഴേക്കും നിമിഷ ആ കൈ തട്ടി മാറ്റി. ഇങ്ങനെ BP കൂട്ടാതെ നിമിഷേ, ഈ വീടും മുത്തശ്ശി എൻ്റെ പേരിൽ എഴുതി വെച്ചേക്കുന്നേ. അതിപ്പോൾ ഞാൻ പ്രത്യേകം നിന്നെ ഓർമ്മിപ്പിക്കണ്ടല്ലോ അല്ലേ? നന്ദ ചിരിയോടെ ചോദിച്ചു. അബി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നിമിഷേ, എന്താ ഇവിടെ നടക്കുന്നത്? അബി നിമിഷക്ക് നേരെ തിരിഞ്ഞു. അവനിതുവരെ അറിയില്ലല്ലോ മുത്തശ്ശി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത്. അതിൻ്റേതായ ഒരു അതിശയം അവൻ്റെ മുഖത്തുണ്ട്. ആഹാ, അപ്പോൾ ഇത്രയും നേരം പൊട്ട ആട്ടം കാണും മട്ടിലാണോ നീ ഇവിടെ നിന്നിരുന്നത്? ഡേവിഡ് ചിരി കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. അബി അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. ഡേവിഡിനെ അത് കാണെ പിന്നെയും ചിരി വന്നുപോയി. ഇങ്ങനെ ഒരു മണ്ടനെന്ന് ഡേവിഡ് മനസ്സിൽ പറയുകയും ചെയ്തു. അബിയുടെ ചോദ്യത്തിൽ നിമിഷം ഒന്ന് വിരണ്ടുപോയി. അങ്ങനെയൊന്നുമില്ല, മുത്തശ്ശി അങ്ങനെ ഒന്നും ചെയ്യില്ല, ഇവള് വെറുതെ പറയുന്നതാ അബി, നിമിഷ വിക്കി. നിമിഷ അതങ്ങ് പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ട നിമിഷം നന്ദ ഒരടി കൂടെ മുന്നോട്ട് കയറി നിന്നു. കയ്യിൽ കരുതിയിരുന്ന മുദ്രപേപ്പർ അബിയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. അബിക്ക് എഴുത്തും വായനയും ഒക്കെ നന്നായി അറിയാമല്ലോ. ഈ മുദ്രപേപ്പറിൻ്റെ കോപ്പി സമയം കിട്ടും പോലെ ഒന്ന് വായിച്ചു നോക്ക്. നന്ദ അങ്ങ് പറഞ്ഞതും നിമിഷ വെട്ടി വിയർത്തു പോയി. അബി കയ്യിലിരിക്കുന്ന മുദ്രപേപ്പറിലൂടെ ഒന്ന് കണ്ണോടിച്ചു. പിന്നെ രൂക്ഷമായി നിമിഷയെ ഒന്ന് നോക്കി. നിമിഷ പതറിപ്പോയി. കള്ളത്തരം ചെയ്ത കുട്ടിയെ പോലെ അവൾ മുഖം താഴ്ത്തിക്കളഞ്ഞു. നിമിഷ, എന്താ ഇത്? അറിയില്ല അബി, മുത്തശ്ശി എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല, നിമിഷ വിക്കി. നിമിഷക്കറിയില്ലെങ്കിലും എനിക്കറിയാം മുത്തശ്ശി എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. നന്ദ പതിയെ ചിരിച്ചു. നീ ഇനിയൊന്നും മിണ്ടണ്ട, നിമിഷ വർദ്ധിച്ച ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. തൊട്ടടുത്ത നിമിഷം ഡേവിഡ് അവളുടെ മുമ്പിലേക്ക് കയറി നിന്നു. അവള് പറയട്ടെ നിമിഷേ, കുറേ കാലം നീ അവളുടെ വാ മൂടിക്കെട്ടിയതല്ലേ, ഇനി അവള് സംസാരിക്കട്ടെ, ഡേവിഡ് മറുപടി പറഞ്ഞു. നന്ദ ഡേവിഡിനെ മറികടന്ന് മുൻപോട്ട് വന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മുത്തശ്ശി എന്തുകൊണ്ട് എൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചത് എന്നല്ലേ? കാരണം എന്തെന്ന് അറിയണ്ട അബിക്ക്? മുത്തശ്ശിയുടെ ആയ കാലത്ത് രാജ്ഞിയായി ജീവിച്ചിരുന്നവരായിരുന്നു ആ സ്ത്രീ. പക്ഷെ അസുഖം വന്ന് കിടപ്പിലായപ്പോൾ ഈ വീട്ടിലുള്ളവർ അവരെ നേരാവണ്ണം ഒന്ന് പരിചരിച്ചിരുന്നില്ല. പെട്ടെന്ന് ചത്തുപോകട്ടെ എന്ന മട്ടിലായിരുന്നു ഇവരുടെ എല്ലാം പെരുമാറ്റം. അന്നൊരു തുള്ളി വെള്ളം അവർക്ക് കൊടുക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതും പോരെങ്കിൽ വേറൊരു കാരണം കൂടെയുണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയെയും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മരണത്തിന് തള്ളിയിട്ട് കൊടുത്തത് ഇവളുടെ അച്ഛനാണ്, അതായത് എൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന മനുഷ്യൻ. കിടപ്പായ അവസരത്തിലായിരിക്കും മുത്തശ്ശി അതറിഞ്ഞത്. ഇല്ലെങ്കിൽ അന്നേ വരെ എന്നോട് തോന്നാത്ത അനുകമ്പയും സ്നേഹവും ഇപ്പോൾ തോന്നേണ്ട കാര്യമില്ലല്ലോ. നന്ദ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. കാരണം മുത്തശ്ശിയും അവളോട് ശത്രുവിനെ പോലെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. കിടപ്പായപ്പോൾ മാത്രമാണ് ഒരിത്തിരി ദയ അവരും കാണിച്ചു തുടങ്ങിയത്. നന്ദക്ക് ആ സ്വത്തുക്കൾക്ക് ഒന്നും വലിയ വില തോന്നിയില്ല. ചെറുപ്പത്തിൽ നിഷേധിക്കപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. സ്നേഹവും ദയവും എല്ലാം നിഷേധിക്കപ്പെട്ട മുറിവുണങ്ങാത്ത ഒരു കൗമാരക്കാരി ഇപ്പോഴും നന്ദയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ലോകം തന്നെ കാൽക്കീഴിൽ കൊണ്ടുവച്ചാലും നന്ദയുടെ മുറിവുണങ്ങിയില്ല.
അഭി നിമിഷയെ തന്നെ നോക്കി നിന്നുപോയി. അവൻ്റെ ഉള്ളിൽ നിമിഷയെക്കുറിച്ച് ഒരു രൂപമുണ്ട്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവൾ, എല്ലാവരെയും സ്നേഹിക്കുന്നവൾ, ദയയുള്ളവൾ. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിമിഷയുടെ പൊയ്മുഖം അഴിഞ്ഞുകൊണ്ടിരിക്കുപ്പാണ്. അത് ഉൾക്കൊള്ളാൻ അഭിക്ക് സാധിക്കുന്നില്ല. അല്ല, അമ്മാവനും അമ്മായും ഒന്നുമില്ല ഇവിടെ? ആരെയും പുറത്തേക്ക് കാണാനില്ലല്ലോ. നന്ദ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവർ ഇവിടെ ഇല്ല, നിമിഷ പറഞ്ഞു. എവിടെ പോയി? എവിടെയെങ്കിലും പോവട്ടെ, നിനക്കെന്താ? നിമിഷക്ക് പിന്നെയും ദേഷ്യം വന്നു. അവിടെ ഗുരുവായൂർ പോയി. മറുപടി പറഞ്ഞത് അഭിയാണ്. അവൻ്റെ മുഖത്ത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാവമാണെന്ന് തോന്നി നന്ദക്ക്. എന്തായാലും അത് നന്നായി. നിമിഷ ഇവിടെ തനിച്ചല്ലേ, അപ്പോൾ പിന്നെ ഞാനും കൂടെ ഉള്ളതുകൊണ്ട് അവൾക്കൊരു കൂട്ടാവും പറഞ്ഞുകൊണ്ട് നന്ദ അകത്തേക്ക് കയറാനൊരുങ്ങി. നിമിഷ അവളെ തടഞ്ഞില്ല. തടഞ്ഞിട്ട് കാര്യമില്ല എന്നവൾക്കറിയാം. ഡേവിഡിന് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അല്പം ജാള്യത തോന്നി. ഡേവിഡ്, എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങ് കയറിപ്പോരെ, നമ്മളുടെ സ്വന്തം വീടാണ്. നന്ദ അവൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് നടന്നു. ഡേവിഡിന് തന്നെ അത്ഭുതമായി അവളുടെ ആ പ്രവൃത്തിയിൽ. അഭിമന്യുവിൻ്റെ മുഖത്തുമുണ്ട് അതേ അത്ഭുതം. മുത്തശ്ശി കിടന്നിരുന്ന മുറിയിലേക്കാണ് നന്ദ അവനെ കൊണ്ടുപോയത്. അവിടെ എത്തിയ പാടെ നന്ദ അവൻ്റെ കൈവിട്ട് കളഞ്ഞു. നന്ദ തിരിഞ്ഞു നിന്ന് അവനെ നോക്കുമ്പോൾ അപ്പോഴും അവൻ്റെ മുഖത്ത് ആ അത്ഭുതം കാണാം. എന്താ? നന്ദ ഒറ്റപ്പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ല, ഇത് അളകനന്ദ തന്നെയല്ലേ എന്ന് നോക്കുമായിരുന്നു. ഡേവിഡ് പതിയെ ചിരിച്ചു. അതേലോ. നന്ദയുടെ ചുണ്ടിലും ഉണ്ട് നേർത്തൊരു ചിരി. നീ ആള് കൊള്ളാമല്ലോ. അഭിയെയും നിമിഷയും അങ്ങ് ഉത്തരം മുട്ടിച്ച് കളഞ്ഞില്ലേ? ഡേവിഡ് ചോദിച്ചു. ഇതൊക്കെ ചെറുത്, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? നന്ദ ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. എന്നോട് ദേഷ്യമാണോ അഭി? നിമിഷ ഭയത്തോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. അഭി ഒന്നും മിണ്ടിയില്ല. അവൻ പതിയെ പോവാൻ എഴുന്നേറ്റു. അഭി, പ്ലീസ് പോവല്ലേ, ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിൽക്കാമോ? നിമിഷ അവനോട് കെഞ്ചി. ഒട്ടും മനസ്സില്ലാതെയാണ് അഭി അതിന് സമ്മതിച്ചത്. പക്ഷെ അഭിയെ അവിടെ പിടിച്ചു നിർത്തിയത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് അന്നേരം നിമിഷ അറിഞ്ഞിരുന്നില്ല. അന്ന് വൈകുന്നേരത്തോടെയാണ് ആ വീട്ടിലേക്ക് ശില്പ വന്നു കയറുന്നത്. ശില്പയെ കണ്ടപാടെ അഭിയുടെയും നിമിഷയുടെയും മുഖം ഒരുപോലെ ഇരുണ്ടു. അഭിക്കൊന്നാമതേ ശില്പയെ കണ്ണിന് നേരെ കണ്ടൂടാ. ശില്പക്ക് തിരിച്ചും. കണ്ണിൽ കണ്ടവർക്കെല്ലാം വന്ന് താമസിക്കാൻ ഇത് സത്രമൊന്നുമല്ല. നിമിഷ ശില്പക്ക് നേരെ അലറി. സത്ര അല്ലെങ്കിൽ നീ ആദ്യം ഇറങ്ങിപ്പൊടിയെന്ന് ശില്പയും പറഞ്ഞതോടെ നിമിഷയുടെ വാ അടഞ്ഞു. അഭിക്കെല്ലാം കൂടെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ട് എല്ലാവരും. അഭി അലറി. നീ ഇപ്പോൾ തന്നെ ദേഷ്യം പിടിക്കല്ല അഭിക്കുട്ട. നിനക്ക് ദേഷ്യം പിടിക്കാനുള്ള വേറൊരു കൂട്ടം ഞാൻ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് ശില്പ തൻ്റെ കയ്യിലിരുന്ന ഫോൺ അവന് നേരെ നീട്ടി. തുടരും സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്